ഹലോ എവ്രി വൺ, ഞങ്ങളിതാ വൈക്കത്ത് അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ കലാമണ്ഡപമാണ്, അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു കച്ചേരി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഡാൻസാണ് തുടങ്ങാൻ പോകുന്നത്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാർത്തിക കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണിത്. അപ്പോൾ ഇതാണ് ഈ കലാമണ്ഡപം. ചെയർ ഇട്ടിട്ടുണ്ട്. നമ്മളൊക്കെ അവിടെ ഇരുന്നിപ്പോൾ പ്രോഗ്രാം നോക്കാൻ, കുറച്ച് നേരം പ്രോഗ്രാം നോക്കാനായിട്ട് ഇരിക്കുകയാണ്. ഡിഫറെൻറ്റ് ഈ ഡാൻസ് സ്കൂൾസിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കളിക്കാനായിട്ട്. അപ്പോൾ അവർക്കും ഒരു ചാൻസ് ഇവിടെ വന്ന് കളിക്കാൻ, പിന്നെ ഭഗവാന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഈ പ്രോഗ്രാമൊക്കെ കണ്ടു. ഡിഫറെൻറ്റ് സ്കൂൾസ് വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ ഡാൻസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും. ഗണപതി സ്തുതിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ദേവിയുടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, കൃഷ്ണൻ്റെ, അങ്ങനെ ഡിഫറെൻറ്റ് ഡാൻസസ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇതാ ശീവേലിക്കുള്ള പുറപ്പാട്, അതും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ വേറെ കുട്ടികളുടെ ഡാൻസ്. അപ്പോൾ ശീവേലി കാണാനായിട്ട് പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശീവേലിക്ക് ഇതാ ആനയുടെ പുറത്ത് ഭഗവാനെ വെച്ച് അങ്ങനെ എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ കൃഷ്ണൻ്റെ ഡാൻസാണ്, ഉണ്ണിക്കണ്ണനെ വെച്ചിട്ടുള്ളൊരു ഡാൻസ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിവിടെ, എനിക്കിതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അഷ്ടമിക്ക് ഇങ്ങനെ വന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ അതാ ശീവേലി, വൈകുന്നേരത്തെ ശീവേലിയാണ്. ഇതാ ഭഗവാനെ എഴുന്നള്ളിപ്പിക്കുകയാണ്. 5 ആനകളുണ്ട്. ആൾക്കാരൊക്കെ അങ്ങനെ ശിവേലി കാണാനായിട്ട് നല്ല തിരക്കുമുണ്ട്. കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാ ഭഗവാൻ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ 5 ആനകളായിട്ടാണ്. ഓരോ ദിവസം ആനകളുടെ എണ്ണം കൂടുന്നു പറഞ്ഞു. ഇതിപ്പോൾ കാർത്തികയുടെ നെക്സ്റ്റ് ഡേ, കാർത്തിക വിളക്ക് കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. ഇതാ കുടയൊക്കെ ചൂടി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. മരങ്ങളുടെയൊക്കെ കളർ കണ്ടില്ലേ, ആ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ഒരു അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ആനകളെയും ഇപ്പോൾ ഇതാ തീവട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അവരിങ്ങനെ വലസ് വയ്ക്കാൻ പോവുകയാണ്. 3 വലസ് വയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാണാൻ നല്ല ചന്തമുണ്ട്, ആനച്ചന്തം. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷം. അമ്പലത്തിൽ കണ്ടില്ലേ ഭഗവാനൊക്കെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അയ്യപ്പന്മാരുടെ തിരക്കും ഉണ്ട്. അപ്പോൾ ശരിക്കും നല്ല ഒരു ഫീലാണ്, ഒരു പോസിറ്റീവ് വൈബാണ് നമ്മളിവിടെ വരുമ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് മനസ്സിന് ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ ദാ ശീവേലിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ചുറ്റമ്പലത്തിലും. ലക്ഷദ്വീപം എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ 2ാമത്തെ വലസ് വെക്കുകയാണ്. ഒരു വലസ് കഴിഞ്ഞു, 2ാമത്തെ, അത് കഴിഞ്ഞതപ്പം 3ാമത്തെ വലസും വെക്കുകയാണ്. അങ്ങനെ ശീവേലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾക്ക് തൊഴാനും പറ്റി. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ദാ കണ്ടില്ലേ, അമ്പലം ചുറ്റും, ഇതിനെ ലക്ഷദ്വീപം എന്നാണ് പറയുന്നത്. തൊഴുതു മടങ്ങുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം. ഞങ്ങളും തിരിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റൊക്കെ അല്ലേ, പച്ച, പേർപ്പിൾ, അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ലൈറ്റ് ഉണ്ട്. ഓരോ കോർണറിലും നന്ദിയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ പോവാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഉണ്ട് മുരുകനെ കൊണ്ടുവരികയായിരുന്നു. മറ്റേ ഉദയനാപുരം അമ്പലത്തിൽ കാർത്തിക വിളക്കൊക്കെ കഴിഞ്ഞാലോ നെക്സ്റ്റ് ഡേ മുരുകൻ ആറാടാനായിട്ട് വരികയാണ് ഇവിടെ. അപ്പോൾ ആദ്യം അച്ഛനെ കാണാനായിട്ട്, അപ്പോൾ 3 ആനകളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ടു തൊഴുത ശേഷം ആറാടിയിട്ട് തിരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. എന്തൊരു രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇത്തവണ എന്തായാലും എനിക്കിതിനൊരു ഭാഗ്യം ഉണ്ടായി. ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നതാണ് അമ്മയുടെ അടുത്ത് അഷ്ടമി തൊഴാനായിട്ട്. എന്തായാലും വൈക്കത്തമ്പലത്തിൽ വന്നിട്ട് ഇതൊക്കെ കാണാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കണ്ടില്ല, അയ്യപ്പന്മാരുടെ തിരക്കുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാനെ തൊഴാനായിട്ട്. അപ്പം ഞങ്ങളും തൊഴുത് സന്തോഷത്തോടെ തിരിച്ച് മടങ്ങുകയും ചെയ്തു. അപ്പം ഞാൻ കണ്ട കാഴ്ചകളാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.